ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് കീബോർഡ് കണക്ട് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് നല്ലോണം ടൈപ്പ് ചെയ്യുന്ന ഒരാളാണ്, ഫോണിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫോണിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ കുറച്ചധികം ടൈപ്പ് ചെയ്യാൻ, സ്റ്റോറി റൈറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഒരു കീബോർഡ് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ഒട്ടുമിക്ക എല്ലാ ഫോണും ഇത് സപ്പോർട്ട് ചെയ്യും. OTG എന്ന് പറയുന്ന USB ഓൺ ദ ഗോ, അതായത് OTG കേബിൾ അല്ലെങ്കിൽ OTG കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൗസോ കീബോർഡോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് മൗസ് കണക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കീബോർഡ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മൗസ് കണക്ട് ചെയ്യുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കീബോർഡ് കണക്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് കീബോർഡിൽ നല്ല അടിപൊളിയായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് കീബോർഡിലാണ്. അപ്പം എല്ലാവരും ആവശ്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മൊബൈലിൽ എങ്ങനെയാണ് ഒരു കീബോർഡ് കണക്ട് ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പോക്കോ X3 Pro എന്നുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ J സീരീസ് പോലുള്ള ഫോണുകളിൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അതുപോലെ തന്നെ എൻ്റെ പോക്കോ ഇതിൽ MI 39 സമയത്ത് സെറ്റിങ്സിൽ പോയിട്ട് OTG ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കണക്ട് ആവുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, MI 14 ആണ്. ജസ്റ്റ് മൗസ് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കീബോർഡ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് പോയതിന് ശേഷം ഇവിടെ നിങ്ങൾ OTG എന്ന് സെർച്ച് ചെയ്യുക. OTG ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നേരെ താഴോട്ട് പോയിട്ട് അവിടെ നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. അഡീഷണൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് OTG എന്ന് കാണും. അത് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പം MI 14 അത് കാണിക്കുന്നില്ല. സോ ഡയറക്റ്റ് കണക്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾക്കിത് കണക്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഫോൺ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഈ OTG അഡാപ്റ്റർ ഉണ്ട്, ഉണ്ടല്ലേ? ഇത്തരത്തിലൊരു അഡാപ്റ്റർ ഉണ്ട്, OTG അഡാപ്റ്റർ. ഇതാണ് നല്ലത്. ഇത് പഴയ മോഡലാണ്, ഇങ്ങനെ വയർഡ് ടൈപ്പും കൂടി കിട്ടും. ഇത് പണ്ടത്തെ മൈക്രോ USB വേർഷൻ 2 ആണ്. ഇതിങ്ങനെ ഒരു അഡാപ്റ്റർ വെച്ചിട്ടായിരുന്നു ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ടൈപ്പ് സിയുടെ ഡയറക്റ്റ് ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കും. ഇതാണ് കുറച്ചുകൂടി സേഫ്. കാരണം വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ പിറകിൽ കൊടുത്തു കഴിഞ്ഞാൽ വയറില്ലാത്തതുകൊണ്ട് ഒരു ലൂസ് കണക്ഷൻ്റെ പ്രോബ്ലം ഒന്നും ഇതിൽ വരില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ കീബോർഡ് ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതിവിടെ പിറകിൽ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുക. അപ്പം ഇവിടെ പോപ്പപ്പ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കണക്ട് ആയതിൻ്റെ പോപ്പപ്പ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ക്രോം ഓപ്പൺ ചെയ്യാം. ഇത് വിൻഡോ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രീൻ റൊട്ടേഷൻ ഒന്ന് ഓണാക്കി ഇടാം. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റായത് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് അനുസരിച്ച് ഇവിടെ ഓൺ കീബോർഡ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇത് വെച്ചും ടൈപ്പ് ചെയ്യാം. ഹലോ, അതില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കീബോർഡ് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഫോണിൽ ടൈപ്പ് ചെയ്യണം, കുറച്ച് വലിയ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ എത്ര ആൾ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും കീബോർഡ് ചെയ്ത് പഠിച്ചവർക്ക് ഏറ്റവും എളുപ്പം കീബോർഡ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണുകളിൽ അതുപോലെ തന്നെ ടാബ്ലറ്റിലും ഒക്കെ കീബോർഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 2015 മുതൽ മുകളിലേക്ക് വരുന്ന ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും ഈ OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ, വേറൊരു ചാനൽ ഇതല്ല, ആ ചാനൽ ഇട്ടപ്പോൾ കുറേ ആൾ ഫേക്ക് എന്നൊക്കെ പറയണ്ടായിരുന്നു. ഫേക്ക് അല്ല, OTG എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മൗസ്, കീബോർഡ്, പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ USB ലൈറ്റ്, USB ഫാന് തുടങ്ങിയ ഒരുപാട് ഗെയിം കൺട്രോളർ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ വലിയ ചാർജൊന്നും പോകത്തില്ല. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ റേറ്റ്? അപ്പം അതൊക്കെ ഈ ഫോൺ എടുത്തോളൂ. ചെറിയ ചാർജ് മാത്രമേ ഇതിന് വേണ്ടൂ. അതുപോലെ തന്നെ RGB വരുന്ന കീബോർഡും മൗസും ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ കീബോർഡ് മൗസ് ഉപയോഗിച്ച് നമുക്ക് PUBG, BGMI പോലുള്ള ഗെയിം, അതുപോലെ കോൾ ഓഫ് ഡ്യൂട്ടി, അതുപോലെ തന്നെ ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ പറ്റും. അതിന് ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണം. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മൗസും കീബോർഡും എങ്ങനെ ഒന്നിച്ച് ഈ ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ ഈ പറയുന്ന OTG എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ട് കീബോർഡ് കണക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണാം. ഇത്തരത്തിൽ കീബോർഡ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഗിമിക്കാണെന്നൊക്കെ പണ്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മറ്റൊരു ചാനലുണ്ട്,
എഫ് ടോപ്പ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ചാനലായിരുന്നു. അതിൽ വീഡിയോ ഇട്ടപ്പോൾ പലരും ഫേക്ക് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഫേക്ക് അല്ല, ഇത് നോർമലായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കീബോർഡ് കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.